നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ അതിന്റെ ഈ അളവ് വന്ന് എല്ലാം പറഞ്ഞ് കണ്ടീഷൻ വെച്ച് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ പറഞ്ഞ 1.5 ലക്ഷം കോടിയിൽ വളരെ തുച്ഛമായി കിട്ടുന്നുള്ളൂ. നമ്മൾ കൃത്യമായി കേരളത്തിൽ നിന്ന് ഈ കണക്കും കാര്യവും സിസ്റ്റം എല്ലാം അനുസരിച്ച് തന്നെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ബ്രാൻഡിങ്ങും മറ്റും വന്നിട്ട് ആദ്യത്തെ വർഷം കുറേ പ്രശ്നങ്ങൾ വന്നു. ഇപ്പം നമ്മൾ വീണ്ടും അതിനകത്ത് സംസാരിച്ചു. ഇപ്പം നമ്മൾ പരമാവധി അതെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ക്യാപെക്സ് ലോൺ. അത് ക്യാപെക്സ്, അത് പിന്നെ ഒരു കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വരാൻ വേണ്ടി അന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു സ്കീമാണ് ക്യാപെക്സ്. കേന്ദ്രം റബ്ബറിന് താഴ്ന്ന സ്ഥിതിക്ക് സംസ്ഥാന ബഡ്ജറ്റിൽ താങ്ങുവില കേന്ദ്രം തഴഞ്ഞിട്ടും നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. താങ്ങുവില വർദ്ധിപ്പിക്കുന്നതെല്ലാം പണത്തിന്റെ ലഭ്യത അനുസരിച്ചാണ്. പക്ഷെ 30 രൂപ നമ്മളിപ്പോ 2 ഘട്ടമായിട്ട് 30 രൂപ നമ്മൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ 150 ആയിരുന്നു കഴിഞ്ഞ 4 വർഷം കൊണ്ട്. അതുകൊണ്ട് നമുക്കിപ്പോ ഈ വാസ്തവത്തിൽ നമുക്ക് ഈ ഞാനീ പറഞ്ഞ കണക്കനുസരിച്ച് കിട്ടേണ്ടതിനകത്തൊരു 32,000 കോടി രൂപ കിട്ടാനുണ്ട് എന്നുള്ളതാണല്ലോ പ്രശ്നം. നമുക്ക് കിട്ടാനുള്ളത് പണം കിട്ടാതിരിക്കുമ്പോൾ 72,000 കോടി വരുന്നതിനകത്ത് നമുക്ക് കിട്ടുന്ന 33,000 34,000 കോടിയാണെന്ന് ഞാൻ പറഞ്ഞത്. അത് നിങ്ങൾക്ക് ഈ പിന്നെ ബഡ്ജറ്റിന്റെ ഗ്ലാൻസിന്റെ സെക്കൻഡ് പേജ് എടുത്ത് ആ ലാസ്റ്റ് പാരഗ്രാഫ് നോക്കി അതിൽ നിന്ന് എടുക്കാവുന്ന കണക്കേ ഉള്ളൂ. ഇങ്ങനെ തരേണ്ടതൊക്കെ തരാതിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഈ ഇപ്പം പല സിദ്ധന്മാരുടെയൊക്കെ വാർത്തകൾ വരുന്നുണ്ടല്ലോ. നമുക്ക് ആകാശത്തുനിന്ന് ഇതെടുക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. ഈ കറൻസി ഉണ്ടാക്കാൻ പറ്റുന്നില്ല. നമുക്ക് തരേണ്ടത് തന്നേ പറ്റൂ. നമുക്ക് തരാനുള്ള അർഹമായി തരണമെന്നുള്ളത് കേരളത്തിൽ എല്ലാവരും കൂടി ആവശ്യപ്പെടുന്നതാണ്. എന്ന് പറഞ്ഞ് ഈ പറഞ്ഞ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കിയെങ്കിലും കേരളത്തിൽ സ്പെൻഡിങ്ങിന്റെ കാര്യത്തിൽ പുറകോട്ട് പോയിട്ടില്ല. കഴിഞ്ഞ 5 വർഷം മുമ്പുള്ള ഗവൺമെന്റ് അല്ലെങ്കിൽ 4 വർഷം മുമ്പ് അവസാനിച്ച ഗവൺമെന്റിന്റെ 5 വർഷ കാലയളവിനേക്കാളും 40,000-40,000 കോടി അധികമാണ് ഇപ്പോൾ ഒരു വർഷം ചെലവാക്കുന്നത്. പക്ഷെ നമുക്ക് കിട്ടേണ്ട പണം വലിയ തോതിൽ വെട്ടിക്കുറച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അങ്ങനെ മുന്നോട്ട് പോകുന്നത് നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടാണ്. അവിടെ ഷോർട്ടേജ് ഉണ്ട്. ഇത്രയും വെട്ടിക്കുറച്ചിട്ട് നമുക്ക് ആ ഷോർട്ടേജ് വരുന്നിടത്താണ് നിൽക്കുന്നത്. ആ ഷോർട്ടേജ് വന്നിട്ടും എക്കണോമിക് സർവേ പറയുന്നു കേരളം പല കാര്യങ്ങളിലും മുന്നേ വന്നിട്ടുണ്ട്, ഇന്ന കാര്യങ്ങളിൽ വളരെ മെച്ചമാണ് എന്ന് പറയുന്ന അഭിമാനകരമായ ഒരു സ്ഥിതിയുണ്ട്. പക്ഷെ ഇനിയും കൂടുതൽ വേണം. അവിടെയാണ് നമ്മൾ റബ്ബറിന്റെ കാര്യത്തിൽ മാത്രമല്ല പ്രവാസികളുടെ കാര്യത്തിലും നമ്മൾ പ്രത്യേക സഹായം ചോദിച്ചിരുന്നു. റബ്ബറും പ്രവാസികളും നിൽക്കട്ടെ. വയനാടിന്റെ കാര്യത്തിൽ പോലും ചെയ്യാത്ത ആളുകളെ പറ്റി പിന്നെ നമ്മൾ എന്താ പറയാനുള്ളത്? ഇതെല്ലാം കേരള ഫ്രണ്ട്ലി ആണെന്ന് അവർക്ക് തോന്നുന്നത് കേരള BJP ഫ്രണ്ട്ലി എന്നാണ് അവർ ഉദ്ദേശിച്ചത്. കാരണം BJPക്ക് ഗവൺമെന്റിലൊന്നും ഇതില്ല. അതുകൊണ്ട് തൽക്കാലം BJPക്ക് ഇഷ്ടപ്പെടുന്ന ബജറ്റ് മതി എന്നായിരിക്കുമല്ലോ BJP നേതാക്കന്മാരുടെ. ഞാനിതൊന്നും വ്യക്തിപരമായ ഓരോരുത്തരെ പറ്റി പറയുന്നില്ല. എന്തായാലും പ്രധാനമന്ത്രി വന്നു, അവിടെ വലിയൊരു അദ്ദേഹം കുഞ്ഞുങ്ങളെ എടുത്തു, ഫോട്ടോ എടുത്തു, വളരെ വലിയ ഒരു സ്നേഹനിർവിശേഷമായ പ്രവർത്തനമെല്ലാം നമ്മൾ കണ്ടു. നമ്മൾ വിചാരിച്ചത് ഇതിനൊരു പരിഗണന കേന്ദ്ര ഗവൺമെന്റിന് കിട്ടുമെന്നാണ്. കിട്ടിയില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇത്തരം കാര്യങ്ങളോട് കുറച്ചുകൂടി തുറന്നൊരു സമീപനം വേണം. ഇന്ന് ഇങ്ങനെ വരുന്ന ഒരു വിഷമം വരുമ്പോൾ മുഴുവൻ ആളുകളെയും കളിയാക്കുന്ന തരത്തില്ല. ഒരു മുറിവുണ്ടെങ്കിൽ ഇത് മുറിഞ്ഞു എന്ന് പറയുമല്ല, മുറിവിനകത്ത് അല്പം ഉപ്പും കൂടെ പുരട്ടുന്ന തരത്തിലേക്കാണ് ഈ BJP നേതാക്കന്മാരുടെ സ്റ്റേറ്റ്മെന്റ് വരുന്നത്. അത് അവരുടെ രാഷ്ട്രീയമാണ്. ഞാൻ അതിനെപ്പറ്റി വേറൊന്നും പറയുന്നില്ല. നമുക്ക് കേരളത്തിന്റെ പൊതുവായ ഇൻട്രസ്റ്റ് അല്ലാതെ വേറൊന്നും അതിനകത്തില്ല. ഇപ്പൊ പിന്നെ ഇനി ഇത് കഴിഞ്ഞ് നോക്കണം അവരെന്താ. നമുക്കിപ്പോ ഈ ക്യാപെക്സ് പോലുള്ള സാധനങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. നേരത്തെ ഉള്ള കടമെടുപ്പ് പരിധിയുടെ ആ ലെവലിൽ തന്നെ നിൽക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ അത് ഉയർത്തി തന്നിട്ടില്ല. നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോഴത്തെ ബഡ്ജറ്റ് ഈ കറണ്ട് ഇയറിൽ ബഡ്ജറ്റ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അല്ലാതെ ഒന്നും ഉയർത്തിയിട്ടില്ല. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചത് എന്തെങ്കിലും ചില കാര്യം, ഉദാഹരണത്തിന് 6,000 കോടി NHന് വേണ്ടി നമ്മൾ അഡീഷണൽ അങ്ങോട്ട് കൊടുത്തില്ല. വാസ്തവത്തിൽ അവർക്കൊരു സബ്സിഡി ആയിട്ടോ കടമായിട്ടോ കൊടുത്താണ് NHAക്ക്. അതെങ്കിലും നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് പിന്നെ ഒരു അനുവാദം തരും, ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് കേരളത്തിന് നമ്മൾ ആവശ്യപ്പെട്ടു. അതുപോലും കിട്ടിയിട്ടില്ല. അത് തരേണ്ടതാണ്. അപ്പോൾ കടമെടുപ്പ് പരിധി ഉയർത്തുന്നില്ല എന്ന് മാത്രമല്ല നമ്മുടെ കയ്യിലുണ്ടായിരുന്ന എലിജിബിൾ ആയിട്ടുള്ള പണം വെട്ടിക്കുറച്ചത് പുനഃസ്ഥാപിക്കുന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ 7-ാം തീയതിയാണ് നമ്മുടെ നിയമസഭയിൽ ബഡ്ജറ്റ്. അന്നാണ് എക്കണോമിക് റിവ്യൂ ടേബിൾ ചെയ്യുന്നത്. അന്നാണ് വെക്കാൻ പറ്റുന്നത്. കാരണം അതിനു മുമ്പ് സെഷൻ ഇല്ലല്ലോ. സെഷൻ തുടങ്ങുമ്പം അന്നാ വെക്കുക. നമ്മളെല്ലാം ദീർഘകാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. കേന്ദ്രം കുറച്ച് പണം തരുന്നു. അതിനകത്തൊരു കുറച്ച് അവർ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ചില കണ്ടീഷൻസ് പറയുക. അതാണ് പറഞ്ഞ യൂണിഫോം പാറ്റേൺ എല്ലായിടത്തും ഒരേപോലെ വേണമെന്നങ്ങനെ പറയാൻ പറ്റുമോ? ഇപ്പൊ ഇന്ത്യയിലെ
ആകെയുള്ള സ്കൂളിൽ 20% ഇന്റർനെറ്റ് കണക്ഷൻ കൊടുക്കാൻ പോലും ചിലപ്പം ചില സ്റ്റേറ്റുകളിൽ പറ്റുമായിരിക്കില്ല. കേരളത്തിലെ 100%ഉം LP സ്കൂളിലടക്കം കമ്പ്യൂട്ടറും ഇന്റർനെറ്റും ബാക്കി കാര്യങ്ങളും വന്നു കഴിഞ്ഞു. അപ്പം അത് എങ്ങനെയാ രണ്ടും ഒരേ പാറ്റേണിൽ കാണാൻ പറ്റുക? ഇതിനാണ് സംസ്ഥാനങ്ങൾക്ക് ആവശ്യമായ തരത്തിലേക്കുള്ള അവകാശങ്ങൾ കൊടുക്കണം. പൊതു കണ്ടീഷനിലകത്ത് നിന്നുകൊണ്ട് അങ്ങനെ വേണമെന്നാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്. അതെന്തുകൊണ്ടോ നടക്കുന്നില്ല. വേറൊരു സ്ഥലത്തും ഇങ്ങനെ എന്തൊക്കെയാണ്. ഇനിയിപ്പം ഉച്ചഭക്ഷണത്തിന് കുട്ടികൾക്ക് കൊടുക്കുന്നതിനകത്ത് 2 ചപ്പാത്തിയും ഒരു ഡാളും ഒരു മഖാനയും കൊടുക്കണം എന്ന് പറയുമോയെന്ന് എനിക്കറിഞ്ഞൂടാ. ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഇവിടെ ആൾക്ക് ഇഷ്ടം ചോറും മുട്ടക്കറിയും മീൻകറിയാണെങ്കിൽ നിങ്ങളത് കൊടുക്കുക എന്ന തരത്തിൽ